കൊച്ചി നഗരത്തിന് പുതുതായി ഒന്നും തന്നെ പറയാനില്ലാത്ത, ഒന്നും തന്നെ കൊണ്ടുവരാത്ത ഒരു ഭരണസമിതിയാണ് ഇടതുപക്ഷം. ഈ സ്റ്റേഡിയം കെ കരുണാകരൻ എന്ന ഏറ്റവും ശക്തനായ നേതാവ്, കേരളത്തിന്റെ ശക്തനായ മുഖ്യമന്ത്രി ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ സ്റ്റേഡിയം നിലവിൽ വരുന്നത്. ഇന്ന് ആ സ്റ്റേഡിയത്തിന്റെ അവസ്ഥ എന്താണ്? അതൊരു പ്രൈവറ്റ് പാർട്ടിക്ക്, ഒരു സ്പോൺസർക്ക് കൊടുത്ത് അവിടെ പണി നടത്തുമെന്ന് പറയുന്നു, മെസ്സി വരുമെന്ന് പറയുന്നു. ഇതൊന്നും തന്നെ നടക്കുന്നില്ല. സാമ്പത്തികമായി പാർട്ടിയെ നന്നാക്കുക, പാർട്ടിയുടെ കീശയിലേക്ക് പണം കൊണ്ടുവരിക എന്നുള്ളതല്ലാതെ കേരളത്തിലെ ജനങ്ങളെ, കേരളത്തെ സാമ്പത്തികമായി ഞങ്ങൾ രക്ഷപ്പെടുത്തി എന്ന് പറയാൻ കഴിയില്ലല്ലോ. ദീപ്തി മേരി വർഗീസ് നമ്മോടൊപ്പം ചേരുകയാണ്. എന്തൊക്കെയാണ് ഇത്തവണത്തെ ഒരു പ്രതീക്ഷകൾ കോൺഗ്രസിന്റെ? കോൺഗ്രസിനെ സംബന്ധിച്ച് കൊച്ചി നഗരസഭയിൽ വലിയ പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത്. UDF വലിയ ഭൂരിപക്ഷത്തോടെ തിരിച്ചു വരും. അതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, കഴിഞ്ഞ 5 വർഷത്തെ LDFന്റെ ഭരണം, LDF ഭരണസമിതി കൊച്ചി നഗരസഭയെ തകർത്തു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത ഒരു നഗരമായി കൊച്ചി നഗരസഭ മാറിയിരിക്കുകയാണ്. ഇവിടുത്തെ മാലിന്യ സംസ്കരണം, നമുക്കറിയാം ബ്രഹ്മപുരം കത്തുപിടിച്ചത് ആ സമയത്ത് കൊച്ചി നഗരത്തിലെ ജനങ്ങൾക്ക് ശ്വാസം മുട്ടിയ ദിവസങ്ങൾ. ശുദ്ധവായു കൊടുക്കാൻ കഴിയാതെ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ അന്ന് ബ്രഹ്മപുരത്ത് കത്തി. നിരവധി ആളുകൾ മരണക്കിടക്കയിലായി, നിരവധി ആളുകൾ മരണപ്പെട്ടു. അപ്പോൾ അത്തരം ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ കേരളത്തിലെ LSGD മന്ത്രി MP രാജേഷും കൊച്ചി മേയറും ഉൾപ്പെടെ മാധ്യമ പ്രവർത്തകരെ കണ്ടു പറഞ്ഞു, ഞങ്ങൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ ഇതിന് പരിഹാരം കാണും. ഇപ്പോൾ 5 വർഷങ്ങൾക്കിപ്പുറം, 4 വർഷങ്ങൾക്കിപ്പുറം ഇപ്പോഴും അതിനൊരു പരിഹാരം കണ്ടിട്ടില്ല, പുതിയ ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ കൊച്ചി നഗരത്തിലെ ജനങ്ങളെ ഇത്രയധികം ബുദ്ധിമുട്ടിച്ച ഒരു പ്രശ്നം ഉണ്ടായിട്ട് അതിന് ശ്രദ്ധ കൊടുക്കാൻ പോലും കഴിയാത്ത ഒരു ഭരണസമിതിയാണ് കൊച്ചി നഗരസഭ. അത് ജനങ്ങൾ കാണുന്നുണ്ട്. രണ്ടാമതായി കൊച്ചിയിലെ വെള്ളക്കെട്ട്. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ മഴക്കാലത്ത് പോലും കൊച്ചി നഗരം മുഴുവൻ പുറത്തേക്കിറങ്ങാൻ കഴിയാത്ത അവസ്ഥയായി. അപ്പോൾ CSMLന്റെ പദ്ധതി പ്രകാരം നിരവധി ലക്ഷങ്ങൾ കൊടുത്ത് ചില മെഷീനുകൾ വാങ്ങിച്ചു. ഇവിടെ സക്ഷൻ കം ജെറ്റിംഗ് മെഷീൻ, അതുപോലെ തന്നെ സ്വീപ്പിംഗ് മെഷീൻ വാങ്ങിച്ചു. ഞങ്ങൾ പുതിയ പദ്ധതികൾ നടപ്പിലാക്കിയെന്നാണ് മേയർ പറയുന്നത്. പക്ഷെ അതെല്ലാം CSMLന്റെ മെഷീനുകളാണ്, അതുപോലും ഉപയോഗിക്കുന്നില്ല. ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഈ വാങ്ങിച്ച മെഷീനുകൾ യഥാവിധി ഉപയോഗിക്കാൻ പോലും തയ്യാറാകുന്നില്ല. എങ്ങനെയാണ് CSML എന്ന് പറയുന്നത്, അതായത് കൊച്ചി സ്മാർട്ട് സിറ്റി ലിമിറ്റഡ്, എങ്ങനെയാണ് കൊച്ചിക്ക് കൈവന്നത് എന്നുള്ളതിനൊരു ചരിത്രമുണ്ട്. കൊച്ചി നഗരസഭ UDF ഭരിക്കുന്ന കാലത്ത്, ടോണി ചമ്മണി ഭരിക്കുന്ന കാലത്ത്, അന്ന് 600 നഗരങ്ങളിൽ നിന്ന് 5ാമത്തെ നഗരമായി കൊച്ചി നഗരത്തെ സ്മാർട്ട് സിറ്റി ആക്കാൻ തെരഞ്ഞെടുത്തു. അതിനെടുത്ത ഇനിഷ്യേറ്റീവ് അന്നത്തെ UDFന്റെ ഭരണസമിതിയായിരുന്നു. അന്ന് എന്താണോ നടപ്പിലാക്കിയത് അതിന്റെ ബാക്കി പത്രമാണ് ഇന്ന് CSML എന്ന് പറഞ്ഞ് നടത്തുന്ന പദ്ധതികൾ. അത് നടപ്പിലാക്കി എന്നതിൽ കവിഞ്ഞ് അതിനപ്പുറമായി കൊച്ചി നഗരത്തിന് പുതുതായി ഒന്നും തന്നെ പറയാനില്ലാത്ത, ഒന്നും തന്നെ കൊണ്ടുവരാത്ത ഒരു ഭരണസമിതിയാണ് ഇടതുപക്ഷം. അതിനോടൊപ്പം തന്നെ ആശാ വർക്കേഴ്സിന്റെ പ്രശ്നം, അംഗൻവാടി ടീച്ചേഴ്സിന്റെ പ്രശ്നം, ഇവിടെ ക്ഷേമ പെൻഷനുകൾ കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നം, സംസ്ഥാന സർക്കാർ നടത്തുന്ന ശബരിമലയിൽ നടത്തിയ സ്വർണ്ണക്കൊള്ള, ഇതെല്ലാം ഇവിടെ ചർച്ചാ വിഷയമാകും. കൊച്ചി നഗരവാസികൾ എന്ന് പറയുന്നത് കൊച്ചി നഗരത്തിലെ മാത്രം രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന കാണുന്ന ആളുകളല്ല, പ്രബുദ്ധരായ ജനങ്ങളാണ്. അതുകൊണ്ട് തന്നെ കൊച്ചി നഗരത്തിലെ ജനങ്ങൾ, പ്രബുദ്ധരായ രാഷ്ട്രീയം അറിയാവുന്ന ജനങ്ങൾ ഇത്തവണ UDFന് വേണ്ടി വോട്ട് ചെയ്യും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കേരളത്തിൽ കോൺഗ്രസ് വ്യാപകമായി ചർച്ചയാക്കുന്ന ഒരു വിഷയമാണ് കേരളത്തിലെ BJP CPM ബന്ധം. കൊച്ചി നഗരസഭയിലും അത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ BJPയും CPMും തമ്മിൽ ഒരു അന്തർധാര ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. BJP ഇവിടെ മത്സരിക്കുന്നത് തന്നെ വളരെ നോമിനലായിട്ടുള്ള 1-2 ഡിവിഷനിൽ മാത്രമാണ്. മറ്റ് സ്ഥലങ്ങളിലൊന്നും തന്നെ അത്തരത്തിലൊരു മത്സരം പോലും കാഴ്ചവെക്കാൻ BJPക്ക് കഴിയുന്നില്ല എന്നുള്ളതിന്റെ അർത്ഥം എന്താണ് എന്നുള്ളത് നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മാത്രം അവലോകനം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഞാൻ മത്സരിക്കുന്ന സ്റ്റേഡിയം ഡിവിഷൻ, സ്റ്റേഡിയം നമുക്കറിയാലോ അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. ഈ ഡിവിഷന്റെ തന്നെ പേര് സ്റ്റേഡിയം എന്നാണ്. ഈ സ്റ്റേഡിയം കെ കരുണാകരൻ എന്ന ഏറ്റവും ശക്തനായ നേതാവ്, കേരളത്തിന്റെ ശക്തനായ മുഖ്യമന്ത്രി ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ സ്റ്റേഡിയം നിലവിൽ വരുന്നത്. ഇന്ന് ആ സ്റ്റേഡിയത്തിന്റെ അവസ്ഥ എന്താണ്? അതൊരു പ്രൈവറ്റ് പാർട്ടിക്ക്, ഒരു സ്പോൺസർക്ക് കൊടുത്ത് അവിടെ പണി നടത്തുമെന്ന് പറയുന്നു, മെസ്സി വരുമെന്ന് പറയുന്നു. ഇതൊന്നും തന്നെ നടക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ അറിയുന്നത് ആ സ്പോൺസർ തിരിച്ചിത് കൈമാറി എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണ് സംസ്ഥാന ഗവൺമെന്റ് ചെയ്യുന്നത്? ഈ നാട്ടിലെ ജനങ്ങളോട് എന്ത് പ്രതിബദ്ധതയാണ് ഈ ഗവൺമെന്റിനുള്ളത്? സംസ്ഥാന ഗവൺമെന്റ്, കോർപ്പറേഷൻ, GCDA 3 പേരും ഇതിൻ്റെ അകത്ത് കുറ്റക്കാരാ. ഈ സ്റ്റേഡിയത്തെ താറുമാറാക്കിയതിന്, അതിന് ചുറ്റുമതിൽ പണി ഇപ്പോൾ കുത്തിക്കളച്ചിട്ടിരിക്കുക. അവിടെ അതൊരു അന്താരാഷ്ട്ര സ്റ്റേഡിയമാണോ അതോ ഒരു ഇവിടുത്തെ ഒരു ലോക്കൽ സ്റ്റേഡിയം പോലും അതിലും ഭംഗിയായിട്ടാണ് കിടക്കുന്നത്? അപ്പോൾ അത് കാര്യപ്രാപ്തിയോടെ ചെയ്യാൻ കഴിയാത്ത ഒരു ഭരണസമിതി കൊച്ചി നഗരസഭയ്ക്ക് അതിൻ്റെ അകത്ത് ഉത്തരവാദിത്തമില്ലേ? അവിടെ നമുക്കറിയാം MLA വീണ സംഭവം, അതിനുശേഷം അവിടെ സുരക്ഷാ സംവിധാനമില്ല എന്ന് നമ്മൾ പറഞ്ഞു. ഇതൊന്നും
അഡ്രസ്സ് ചെയ്യാൻ കഴിയാത്ത നഗരസഭ, GCDA, സംസ്ഥാന മന്ത്രിസഭ, മന്ത്രിമാരൊക്കെ എന്തിനാണ് ഈ സ്പോൺസർക്ക് എന്തിനു വേണ്ടി ഏത് രീതിയിലാണ് ഇത് കൊടുത്തതെന്ന് നമുക്കറിയില്ല. എന്തായിരുന്നു തീരുമാനം? ടെൻഡർ കൊടുത്താണോ ഈ പ്രൈവറ്റ് സ്പോൺസറിന് കൊടുത്തത്, അതോ മറ്റെന്തെങ്കിലും രീതി അവലംബിച്ചാണോ? ഇതിനൊന്നും മറുപടി പറയാൻ ഇപ്പോഴും വകുപ്പ് മന്ത്രി, സ്പോർട്സ് വകുപ്പ് മന്ത്രി തയ്യാറാകുന്നില്ല. അദ്ദേഹം മാധ്യമങ്ങളോട് തട്ടിക്കയറുകയായിരുന്നു ഇതിനെപ്പറ്റി ചോദിക്കുമ്പോൾ. അപ്പോൾ ഇത് ജനങ്ങൾ കാണുന്നുണ്ട്. ഇതിന് വലിയൊരു ഇതിന് മറുപടി പറയേണ്ടി വരും LDF. കഴിഞ്ഞ ദിവസം പുറത്തു വന്നൊരു വാർത്ത, കേരളം സാമ്പത്തിക കടക്കണിയിൽ നട്ടം തിരികെയാണെന്ന് ധനകാര്യമന്ത്രി പറയുമ്പോൾ തന്നെ മുഖ്യമന്ത്രിക്ക് പുതിയ കാറ് വാങ്ങാനായി 1,15,00,000 രൂപ അനുവദിച്ചിരിക്കുന്നു. ധൂർത്തിന്റെ ഒരു പര്യായമായി സംസ്ഥാന സർക്കാർ മാറിയെന്ന് നേരത്തെ തന്നെ കോൺഗ്രസ് പറയുന്നു. ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്തും ഇത്തരത്തിലൊരു ധൂർത്ത് നടത്തുന്നത് ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയല്ലേ? ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കഴിയാത്ത ഒരു ഗവൺമെന്റ് അല്ലേ ഇത്? 6 മാസക്കാലം, ഞാൻ പറയുന്നത് തെരഞ്ഞെടുപ്പ് വരുന്ന കാലഘട്ടത്തിൽ മാത്രമല്ലേ ഇവര് ക്ഷേമ പെൻഷനെ കുറിച്ച് ആലോചിക്കുന്നത്. വലിയ 3-4 ഗഡുക്കൾ ഒരുമിച്ച് ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കൊടുത്തു. അംഗൻവാടി ടീച്ചേഴ്സിന് അല്പം ശമ്പളം കൂട്ടാൻ പറഞ്ഞ ഇവരുടെ പൈസ ഇല്ല. വീണ വിജയൻ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകളുടെ കേസ്, മാസപ്പടി വിഷയം ഇപ്പോഴും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. കേരളത്തിൽ ഏതെല്ലാം തരത്തിലുള്ള അഴിമതികളാണ് ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ നടന്നത്? ഏറ്റവും അവസാനത്തെ അഴിമതിയാണ് സ്വർണ്ണക്കൊള്ള. അപ്പൊ സാമ്പത്തികമായി പാർട്ടിയെ നന്നാക്കുക, പാർട്ടിയുടെ കീശയിലേക്ക് പണം കൊണ്ടുവരിക എന്നുള്ളതല്ലാതെ കേരളത്തിലെ ജനങ്ങളെ, കേരളത്തെ സാമ്പത്തികമായി ഞങ്ങൾ രക്ഷപ്പെടുത്തി എന്ന് പറയാൻ കഴിയില്ലല്ലോ. കേരളത്തിന്റെ ധനകാര്യമന്ത്രി തന്നെ പറയുന്നത് കേരളം കടക്കണിയിലാണ്, ഇവിടെ ഒരു നിവൃത്തിയുമില്ല, അടുത്ത ഒരു മാസത്തെ ചെലവിന് പോലും പണമില്ല എന്നാണ് 5 വർഷത്തിനിപ്പുറം കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി പറയുന്നത്. ആരാണ് ഉത്തരവാദി? കേരളത്തിലെ ജനങ്ങളാണോ? പ്രതിപക്ഷ പാർട്ടിയാണോ? ഇതിന് ഉത്തരവാദി ഈ ഗവൺമെന്റ് തന്നെയാണ്. കെടുകാര്യസ്ഥതയുടെ, ഉത്തരവാദിത്വമില്ലായ്മയുടെ, ധനകാര്യം ശരിയായ രീതിയിൽ മാനേജ് ചെയ്യാൻ അറിയാത്തതിന്റെ, ഇതിന്റെയൊക്കെ ഒരു ദൃഷ്ടാന്തമാണ്, ഇതിന്റെയൊക്കെ ഒരു റിസൾട്ടാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അനുഭവിക്കുന്ന മുഴുവൻ കേരളത്തിലെ ജനങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ കൊച്ചിൻ കോർപ്പറേഷൻ വിട്ട് പുറത്തേക്ക് പോകുമ്പോൾ കേരളത്തിലാകമാനം 10 വർഷമായി CPM കേരളം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലാകമാനം ഇത്തവണ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കോൺഗ്രസ് ഈ സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നേരിടുന്നത്. എങ്ങനെയാണ് ഒരു കേരളത്തിലെ 6 കോർപ്പറേഷനുകളിലെയും നഗരസഭകളിലെയും എല്ലാം 14 ജില്ലകളിലെ കോൺഗ്രസിന്റെ ഒരു പ്രതീക്ഷ? തീർച്ചയായിട്ടും ജനങ്ങൾ ശരിയായ രീതിയിൽ ചിന്തിച്ചു വന്ന് വോട്ട് ചെയ്താൽ കോൺഗ്രസിന് വലിയ പ്രതീക്ഷ തന്നെയാണ്. ഇന്ന് കേരളത്തിൽ നടക്കുന്ന എല്ലാ അഴിമതികൾക്കും സർക്കാർ നേതൃത്വം കൊടുക്കുന്ന, സർക്കാർ സ്പോൺസേഡ് അഴിമതികൾ, അതിനെല്ലാം മറുപടി ലഭിക്കുന്ന സെമി ഫൈനൽ എന്ന് പറയുന്ന ഈ തെരഞ്ഞെടുപ്പ് വലിയ പ്രതീക്ഷയോടെയാണ് UDF കാണുന്നത്. കൊച്ചി നഗരസഭ ഇത്തവണ UDF തിരിച്ചു പിടിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.